ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ചാപ്റ്ററിൻ്റെ പേര് മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ രണ്ട് പേരുകളുണ്ട്. ഒന്ന് മോഷൻ, രണ്ടാമത്തെ ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ഇതിൽ ആദ്യത്തെ വാക്കായ മോഷനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു ബോഡി മൂവ് ചെയ്യണേ, അല്ലെങ്കിൽ എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ബോഡിക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്, ഒരു ബോഡി മൂവ് ചെയ്യാനുള്ള കാരണങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണേ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ലോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെയാണ്. അപ്പോൾ ഇപ്പം ഞാനൊരു ഫിഗർ കാണിക്കാം. ഈ ഫിഗറിൽ നമ്മൾ ഒരു ടേബിൾ കാണുന്നുണ്ട്. ആ ടേബിളിൻ്റെ ഒരു സൈഡിൽ നിന്ന് രണ്ട് കുട്ടികൾ സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുത്തിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്നത് ഒരു 50 ന്യൂട്ടനാണ് ഫോഴ്സിൻ്റെ SI യൂണിറ്റ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 50 ന്യൂട്ടൺ, അതുപോലെ തന്നെ മറ്റേ സ്റ്റുഡൻറ്റ് 50 ന്യൂട്ടൺ. ഇത് രണ്ടും നമ്മൾ ഒരു സൈഡിൽ നിന്നാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ വേറൊരു ഫിഗറും കൂടി കാണിക്കാം. ഈ ഫിഗറിൽ ഒരു ടേബിൾ, ആ ടേബിളിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സിൽ നിന്നാണ് സ്റ്റുഡൻസ് പുഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് 50 ന്യൂട്ടൺ, ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്റ്റുഡൻറ്റ് 50 ന്യൂട്ടൺ. ഇങ്ങനെ രണ്ട് ഇമേജസാണ് മിസ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഇമേജസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? ഒന്ന്, നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഏത് ഒരു ഫിഗറിലാണോ രണ്ട് സ്റ്റുഡൻസും സെയിം ഡയറക്ഷനിൽ നിന്ന് 50 ന്യൂട്ടൺ കൊടുക്കുന്നത്, ആ ഒരു കേസിലാണ് എന്തുണ്ടാവണം, ആ ടേബിൾ മൂവ് ചെയ്യണേ. ഇനി മറ്റേ ഫിഗർ നോക്കുകയാണെങ്കിൽ, മറ്റേ ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുഷ് ചെയ്യണത് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ്. അങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ആ ടേബിൾ മൂവ് ചെയ്യില്ല. അപ്പോൾ മൂവ്മെൻറ്റ് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇൻ ദി സെയിം ഡയറക്ഷൻ. നമ്മൾ സെയിം ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫോഴ്സസ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ബട്ട് ഇവിടുത്തെ കേസിൽ എന്താണ്, നമ്മൾ സെയിം എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുക്കുന്ന കാരണമാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ്സ് ക്യാൻസലായി പോകുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. അങ്ങനത്തെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ ദ ഫോഴ്സ് അപ്ലൈഡ് ഷുഡ് ബി എ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഫോഴ്സ് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാലും സെയിം ഡയറക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാലും ഒരു ഫോഴ്സ് മറ്റൊരു ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് മറ്റൊരു ഫോഴ്സിനേക്കാളും കുറവായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ബോഡി എന്ത് കാണിക്കൂ? മോഷൻ കാണിക്കൂ. സോ an object always comes under motion only when we apply an unbalanced force. ഇനി ബാലൻസ്ഡ് ഫോഴ്സ്, അതൊരു വേറൊരു ഫോഴ്സാണ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ബോഡിയിലുള്ള ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ ബാലൻസ്ഡ് ഫോഴ്സ് എന്താണ്? ടോട്ടൽ ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു 0. ഒരു ബോഡിയിലുള്ള total force should be equal to 0, and that kind of force is known as balanced force. Okay, ഇനി അടുത്തൊരു മിസ് ഒരു വീഡിയോ കാണിക്കാം. ഹലോ സ്റ്റുഡൻസ്, ഞാനിവിടെ നിൽക്കുന്നത് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ കാറാണെന്ന് വിചാരിക്കുക. കാറിൻ്റെ ഫ്രണ്ട് സീറ്റാണ് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഡോറ് തുറന്ന് ഞാനിവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ വണ്ടി മൂവ് ചെയ്യണില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു? എനിക്ക് വണ്ടി മൂവ് ചെയ്താൽ വണ്ടി സ്റ്റാർട്ടാവും. അപ്പം ഞാൻ സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒന്ന് ഫോഴ്സ് കൊടുക്കുകയാണ് ചെയ്യണം. കാർ മൂവ് ചെയ്യുമോ? നിങ്ങൾ പറയാം. ഇനി രണ്ടാമത് ഞാൻ ചെയ്യാൻ പോണ കാര്യം, ഞാൻ ഡോറ് തുറന്ന് കാറിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ കാറിൻ്റെ സൈഡിൽ നിന്നോ ഉന്തുന്നു, അല്ലെങ്കിൽ കാറിൻ്റെ ബാക്കിൽ പോയി ഞാൻ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് കൊടുക്കുന്നു. അപ്പോൾ ഈ കാറിന് എന്ത് സംഭവിക്കും? ഈ രണ്ട് കേസസിലും കാറിന് എങ്ങനെയാണ് മൂവ്മെൻറ്റ് വരുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ ഒരു കാറിൻ്റെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് നമ്മൾ പുൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല.
ബട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിൻ്റെ പുറത്ത് നിന്നിട്ടാണ് ഒരു പുഷ് ഓർ പുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്നിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റിന് ഫോഴ്സ് കൊടുക്കുന്നെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായ, ഉള്ളിൽ നിൽക്കുക എന്ന് പറയുന്നത് അത് എന്തായിരിക്കും, ഇൻറ്റേർണൽ ആയിരിക്കും. പുറത്ത് നിൽക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ്റ്റേണൽ ആയിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ വി ഷുഡ് ഓൾവേസ് ഗിവ് ആൻ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ക്ലിയർ? For an object to move, we should always give an external unbalanced force. So, ഈ ഒരു മോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് മിസ് ഒരു വീഡിയോ ഇടാം. അതിനുശേഷം മിസ് ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനെല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. I'm going to tell you how forces can be balanced or unbalanced. When forces with equal strength and opposite direction combine, they cancel each other. Think of a game of tug-of-war. You know what I'm talking about, when both teams are pulling equally on the rope. Even though they are pulling the rope in opposite directions, if they both pull with exactly the same amount of strength, they do not cause a change in motion. These forces here are called balanced forces. They have the same strength, but they act in opposite directions. Because of that, you'll hear that balanced forces can cancel each other out. Now, if there are balanced forces, guess what other forces we may have? Unbalanced, exactly. Back to our tug-of-war. The moment this flag goes in the direction of one of the teams, the forces applied here become unbalanced. The unbalanced forces have different strengths. Because of that, the rope starts moving, and one of the teams wins by pulling it towards themselves with greater strength than the other team. Which means that unbalanced forces can cause an object to move or change its motion. Let's explore another scenario. Say two boys are arm wrestling. Now they're pushing in opposite directions, and they're both pushing the same amount, which means they are exerting the same amount of force. We could say that they represent balanced forces. Well, what do you think happens if someone else comes to help out one of the boys and they push together? That's right. The forces are now unbalanced. And although it's clearly cheating, the boy who received help will win the arm wrestling contest. Our next task will be to compare and contrast balanced and unbalanced forces, how they're different and how they're the same. Here we go. Balanced forces are forces of equal strength and opposite directions. Because of that, the object affected is at rest, or not moving. The easiest way to remember it? Think about the flag on the rope in a game of tug-of-war. It's not moving because equal forces are applied. Unbalanced forces can cause the object to change speed, to accelerate or decelerate. A quick reminder, if something accelerates, it moves faster. If something decelerates, it slows down. They can also cause a change in the direction of an object, or they could make the object start or stop moving. Remember, unbalanced forces are not equal forces. Let's think about the tug-of-war again. One of the team wins because they pulled the rope with more force than the other team. In other words, unbalanced force was applied. This is how balanced and unbalanced forces are different.